ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കാരമൽ കസ്റ്റേർഡ് ഡ്രിങ്കാണ് കേട്ടോ. പഞ്ചസാര കാരമലൈസ് ചെയ്ത് തയ്യാറാക്കുന്ന ഈ ഒരു ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും സൂപ്പറാണ്. ഈ ഇഫ്താറിന് നിങ്ങൾ ഇതുവരെയും ഇത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അതേപോലെ നമ്മുടെ വീട്ടിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ സബ്ജ സീഡ്സ്, അതായത് കസ്കസ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. അതൊരു 5 മിനിറ്റ് സമയം കൊണ്ടൊക്കെ നല്ലതുപോലെ പൊങ്ങി കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. ഫ്രഷ് മിൽക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ടോട്ടലി 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 കപ്പ് വേറെയും പിന്നെ 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാനായിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പാലിന് ഈ ഒരു പഞ്ചസാര നല്ല പാകത്തിലുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഡാർക്ക് കളറാവണം. എന്നാൽ ഇതൊട്ടും കരിഞ്ഞു പോകാനും പാടില്ല. പഞ്ചസാര കരിഞ്ഞാൽ പിന്നെ നമ്മുടെ ജ്യൂസിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും. അതുകൊണ്ട് കരിഞ്ഞു പോവാതെ ഇതുപോലെ ഇളക്കി ഇത് കണ്ടില്ല, ഇത്രയും ഒരു ഡാർക്ക് ആകുന്നത് വരെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നല്ല തിളക്കുന്ന വെള്ളം ഒരു 1/4 കപ്പ് വരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കട്ട പിടിച്ച പോലെ തോന്നും, അത് പിന്നീട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. പാല് ചേർക്കുമ്പോഴും അതേ ചിലപ്പോൾ കട്ട പിടിച്ച പോലെ തോന്നും പഞ്ചസാര, അതും ചൂടായിട്ട് വരുമ്പോൾ അങ്ങ് മെൽറ്റായിക്കോളും. അപ്പോൾ ഇത് നല്ലതുപോലെ പാല് ചേർത്ത് ഇളക്കി, ഒട്ടും കട്ടയൊന്നും ഇപ്പോൾ ഇല്ല. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വാനിലയുടെ ഫ്ലേവർ വേണമെങ്കിൽ വാനില എസെൻസ് ചേർക്കാം, അല്ലെങ്കിൽ റോസ് എസെൻസ്, ഇനി അതല്ലെങ്കിൽ ഏലക്കായുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലൊക്കെ ഇത് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതുപോലെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് അടുപ്പത്തൊന്ന് മാറ്റുക. ഇനി ഒരു ആപ്പിൾ എടുത്തിട്ട് നമുക്ക് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. തൊലിയോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്കസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചോപ്പ് ചെയ്ത ആപ്പിളും കൂടി ഇതിലേക്ക് ചേർക്കാം. ആപ്പിൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പഴം, മാങ്ങ, അല്ലെങ്കിൽ ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചേർക്കാം. ഞാൻ ഒരു ആപ്പിൾ മുഴുവനായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഞാനിതിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താലും മതി. പിന്നെ നമ്മൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടൊന്ന് തണുപ്പിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ഫ്രൂട്ട്സിൽ മാറ്റം വരുത്താം, ഫ്ലേവറിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മധുരം ഞാൻ പറഞ്ഞല്ലോ, ഇത് പാകത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ. കൂടുതൽ വേണം എന്നുള്ളവർ പഞ്ചസാരയുടെ അളവ് കൂട്ടണം, അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.